പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമീപകാല പോരാട്ടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന് മേൽ ഇന്ത്യക്ക് വ്യക്തമായൊരു മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റൈവൽറി എന്ന വാക്ക് ഉപയോഗിക്കാനാകില്ല എന്ന പരിഹാസം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറയുന്നതും. എന്നാൽ ചരിത്രത്തിലെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ പാകിസ്ഥാനെ എഴുതിത്തള്ളാനാകില്ല ഇന്ത്യക്ക്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യക്കെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ പാക് പോരാട്ടം റൈവൽറി തന്നെയാണ്. ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം ഏറ്റുമുട്ടിയത് 210 തവണ. 88 തവണ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ 79 തവണ ഇന്ത്യയും വിജയിച്ചു. നേരിയ മുൻതൂക്കം പാകിസ്ഥാന്. ഏകദിനത്തിൽ 136 തവണ ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാൻ 73 മത്സരങ്ങളിലും ഇന്ത്യ 58 മത്സരങ്ങളിലും വിജയിച്ചു. ടെസ്റ്റിൽ 59 പ്രാവശ്യം നേർക്കുനേർ വന്നപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ വീഴ്ത്തിയത് 12 തവണ. 38 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഏകദിനത്തിലും ടെസ്റ്റിലും പാകിസ്ഥാന് മുൻതൂക്കം. എന്നാൽ 2020-യിലേക്ക് എത്തിയാൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം. 15 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയ ഇരു ടീമും 12 തവണയും ജയം ഇന്ത്യക്കൊപ്പം. ഫൈനൽ പോരുകളിലെല്ലാം കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതുവരെ ഏറ്റുമുട്ടിയത് 7 ഫൈനലുകളിൽ. 5 മൾട്ടിനാഷണൽ ടൂർണമെന്റുകളും 2 ICC ടൂർണമെന്റും. ICC ടൂർണമെന്റ് ഫൈനലുകളിൽ ഒപ്പത്തിനൊപ്പം. 2007 2020 ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോൾ 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ കിരീടമുയർത്തി. മറ്റ് 5 ടൂർണമെന്റുകളിൽ 3 പാകിസ്ഥാനും 2 ഇന്ത്യയും നേടി. ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ചരിത്രത്തിലാദ്യമായാണ് ഇരു ടീമും നേർക്കുനേർ വരുന്നത്. ചരിത്ര ഫൈനലിൽ ആര് നേടും ആര് വീഴും? ദുബായിലെ സൂപ്പർ പോരിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.